ഓസ്ട്രേലിയയിൽ ക്വീൻസ്ലാൻഡിലെ ആദ്യ മലയാള ചലച്ചിത്രം ജോയ് കെ മാത്യുവിന്റെ ഗോസ്റ്റ് പാരഡൈസ്. ക്വീൻസ്ലാൻഡിലെ ആദ്യ മലയാള ചലച്ചിത്രമായ ഗോസ്റ്റ് പാരഡൈസ് നവംബർ 27-ന് ക്വീൻസ്ലാൻഡിൽ ബ്രിസ്ബനിലെ ഈവന്റ് സിനിമാസിൽ പ്രദർശനോദ്ഘാടനത്താൽ വിവിധ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. 26ഓളം ഓസ്ട്രേലിയൻ മലയാളി കലാകാരന്മാരാണ് ഗോസ്റ്റ് പാരഡൈസ് എന്ന സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ജോയ് കെ മാത്യുവിന്റെ കീഴിൽ ചലച്ചിത്ര കലാ പരിശീലനം ലഭിച്ചവരെയും കേരളത്തിലെ പ്രമുഖ മലയാള ചലച്ചിത്ര നടീനടന്മാരെയും ഓസ്ട്രേലിയൻ ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ഉൾപ്പെടുത്തിയുള്ള ക്വീൻസ്ലാൻഡിലെ ആദ്യ മലയാള സിനിമയാണിത്. കഴിഞ്ഞ 17 വർഷങ്ങളായി ഓസ്ട്രേലിയൻ ചലച്ചിത്ര കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സന്ദേശ ചലച്ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി ജോയ് കെ മാത്യുവിന്റെ 75 രാജ്യങ്ങളിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി നിർമ്മിച്ച സല്യൂട്ട് ദി നാഷൻസ് എന്ന ഡോക്യുമെന്ററി അടക്കം 19ാമത്തെ കലാസൃഷ്ടിയാണ് ഗോസ്റ്റ് പാരഡൈസ്. ഗ്ലോബൽ മലയാളം സിനിമയുടെ ബാനറിൽ ഓസ്ട്രേലിയൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ സഹകരണത്തോടെയാണ് ചിത്രം പുറത്തിറക്കുന്നത്. കേരളത്തിലും ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയിൽ ജോയ് കെ മാത്യു, കൈലാഷ്, ശിവജി ഗുരുവായൂർ, സോഹൻ സീനുലാൽ, സാജു കുടിയൻ, മോളി കണ്ണമാലി, ലീല കൃഷ്ണൻ, അംബിക മോഹൻ, പൗളി വിൽസൺ, കുളപ്പുള്ളി ലീല, ടാസോ, അലന എന്നിവർ മുഖ്യ വേഷങ്ങളിലെത്തുന്നു. ഷാമോൻ, സാജു, ജോബി, ജോബിഷ്, ഷാജി, മേരി, ഇന്ദു, ആശ, ജയലക്ഷ്മി, മാർഷൽ, സൂര്യ, രമ്യ, പൗലോസ്, ടെസ, ശ്രീലക്ഷ്മി, ഷീജ, തോമസ്, ജോസ്, ഷിബു, റജി, ജിബി, സജിനി, അലോഷി, തങ്കം, ജിൻസി, സതി തുടങ്ങി 26ഓളം പേരാണ് ഗോസ്റ്റ് പാരഡൈസിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. രസകരവും വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ ജീവിതാനുഭവങ്ങളും കാഴ്ചകളും പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഗോസ്റ്റ് പാരഡൈസിന്റെ കഥാ, തിരക്കഥ, സംഭാഷണം, സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജോയ് കെ മാത്യു ആണ്. ആദം കെ അന്തോണി, സാലി മൊയ്തീൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ലിൻസൺ റാഫേലാണ് നിർവഹിക്കുന്നത്. ചിത്രം നവംബർ 27-ന് തിയേറ്ററുകളിലെത്തും. പുതുമുഖങ്ങളില്ലാത്ത ആദ്യ മലയാളം ബിഗ് ബഡ്ജറ്റ് ചിത്രം. ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ ആളെ ഇരിക്കണുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് വന്നതാ. ഐശ്വര്യമായിട്ട് ഞാനൊരു പാട്ട് പാടി ആദ്യം സാറിനെ കേൾപ്പിക്കാം. ഇത് ശരിയല്ല, ഇത് ഞാൻ നിർമ്മിക്കാൻ പറ്റിയിരുന്ന. ഇയാൾ എന്ത് പുറത്താണേ പറയുന്നേ? അയ്യടാ, 1000 കോടി പോയിട്ട് $1000 കയ്യിലെടുക്കാനില്ലാത്ത എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചിട്ട്. എന്തൊരു കഷ്ടമെന്ന് നോക്ക്. സിനിമയുടെ ഓഡീഷൻ ആണെന്ന് പറഞ്ഞിട്ട് ചെട്ടിനാട് ചിക്കൻ ഉണ്ടാക്കാൻ പോയിരിക്കുന്നു. ഞാനാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അറിഞ്ഞു എനിക്കിട്ട് പാല നോക്കുന്നു. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ചേച്ചി കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമില്ലേ? അതെ, ഞങ്ങൾ ഉല്ലാസയാത്രയ്ക്ക് പോവല്ലേ കേട്ടോ. അമ്മേ, ഞങ്ങൾ മണിയെന്ന സിനിമാക്കാരടുത്ത് പോവുക. അവനുമായിട്ട് കുറെ സ്ഥലങ്ങൾക്ക് ഇറങ്ങാനുണ്ട്, അതുകൊണ്ടാ. അപ്പോഴേക്കും അമ്മയുടെ പുതിയ സാരിയെല്ലാം ഉടഞ്ഞ പഴയ സാരിയാവും. വരുന്നോ? ഞാൻ വരുന്നില്ല. അടുത്ത ആഴ്ച നമുക്ക് അടിച്ചു പൊളിക്കാലോ. നിന്നോടും അമ്മയോടുള്ള ബന്ധത്തെ കുറിച്ച് എനിക്ക് വിവരിക്കാനാവില്ല. എനിക്ക് ഒന്നേ ജോണിയോട് പറയാനുള്ളൂ. നിങ്ങൾ ഈ സാറിനെ കാണാമെന്നാ? എടാ, ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നീ കരുതുന്നുണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ള മോഹം കൊണ്ടാടാ. ഫേക്കാടാ, ഫേക്ക്. അത് ഞാൻ കഥയൊന്നും പറഞ്ഞില്ലല്ലോ സാറേ. ഇനി എന്റെ അടുത്തൊന്നല്ല, ലോകത്തിൽ ഒരു സംവിധാനത്തിന്റെ അടുത്ത് പറഞ്ഞ് ചാൻസ് ചോദിച്ചേക്കരുത്. അഭിനയിക്കാൻ നടക്കുന്നു. അമ്മയൊന്ന് പോയെ. അവൻ ചുമ്മാ പറഞ്ഞതല്ലേ. അവന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയുന്നല്ലേ. ദൈവമേ, ഇപ്പഴാ നാടിന്റെ വില അറിയുന്നത്. നിങ്ങളൊക്കെ ശരിക്കും മനുഷ്യന്മാര് തന്നെയാണോ? അയ്യടാ, ഇന്ന് തന്നെ കലം കഴിക്കാം. ഒന്ന് പോയെ. ഇത് എന്റെ മുറിയാ. ഓർത്തറിയാതെ കയറി പോയരുത്. നിന്റെ ഈ സിനിമ മലയാളികൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. കലാ സാഹിത്യ രംഗത്ത് മികവിന്റെ പ്രതീകങ്ങളായി നിലകൊള്ളുന്ന 10,000 ഓസ്ട്രേലിയൻ മലയാളികളിലുണ്ട്.
എന്നാൽ തങ്ങളുടെ അഭിരുചികളും കഴിവുകളും വികസിപ്പിക്കാനോ പ്രകടമാക്കാനോ അവർക്കുള്ള അവസരങ്ങൾ വളരെ പരിമിതമാണ്. ഓണം, ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങൾ തുടങ്ങിയ അവസരങ്ങളിൽ മാത്രം ലഭിക്കുന്ന ചെറിയ വേദികൾ. ഈ പരിമിതികൾ മറികടന്ന് ഓസ്ട്രേലിയയിലെ മലയാളി കലാകാരന്മാരുടെ കഴിവുകൾക്ക് പ്രകാശം നൽകാനും ചലച്ചിത്ര കലാരംഗത്ത് അനവധി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുമായി നടനും എഴുത്തുകാരനും ഛായാഗ്രഹകനും സംവിധായകനും ചലച്ചിത്ര കലാ പരിശീലകനും ലോക റെക്കോർഡ് ജേതാവുമായ ജോയ് കെ മാത്യു വ്യക്തമായ ദർശനത്തോടെ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 3 വർഷങ്ങളായി ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ ആദ്യമായി ചലച്ചിത്ര കലാ പരിശീലനം സംഘടിപ്പിച്ച് അനേകം പേരെ സിനിമാ രംഗത്തേക്ക് കൈപിടിച്ചുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മലയാള സിനിമാ മേഖലയ്ക്ക് സമാനമായ ഒന്ന് ഓസ്ട്രേലിയയിലും വാർത്തെടുക്കുന്നതിലൂടെ കേരളത്തിലെയും ഓസ്ട്രേലിയയിലെയും കലാപ്രവർത്തകർക്ക് മികച്ച അവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് മറ്റ് രാജ്യക്കാർക്കും മറ്റ് രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളി കലാകാരന്മാർക്കും ഭാവിയിൽ പിന്തുടരാവുന്ന മാതൃക കൂടിയാണ്. ഓസ്ട്രേലിയയിലെ മലയാളി കലാപ്രവർത്തകരെ കൂടാതെ കേരളത്തിലുള്ള സിനിമാ പ്രവർത്തകരെയും ഓസ്ട്രേലിയൻ ചലച്ചിത്ര താരങ്ങളെയും മറ്റ് രാജ്യങ്ങളിലെ സിനിമാ അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും ഉൾപ്പെടുത്തി ഇംഗ്ലീഷ് സബ് ടൈറ്റിലോടുകൂടി ഓസ്ട്രേലിയയിലെ വിവിധ തിയേറ്ററുകളിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതോടെ ഓസ്ട്രേലിയൻ ചലച്ചിത്ര മേഖലയിൽ കേരളത്തിന്റെ പ്രാതിനിധ്യമേറുമെന്ന് ജോയ് കെ മാത്യു അഭിപ്രായപ്പെടുന്നു. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കൃത്യവും വ്യക്തവുമായ ലക്ഷ്യത്തോടെ ഇങ്ങനെയൊരു ചലച്ചിത്ര സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത്. വിദേശ മണ്ണിൽ ജീവിക്കുന്ന മലയാളി കലാകാരന്മാർക്ക് സിനിമയിലേക്ക് അവസരം നൽകാനും അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും സിനിമയുടെ വിവിധ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകാനും ലക്ഷ്യമിട്ട് 2022 മുതലാണ് ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ ചലച്ചിത്ര പരിശീലന പരിപാടിക്ക് തുടക്കമിട്ടത്. ജോയ് കെ മാത്യു ഗ്ലോബൽ മലയാള സിനിമയുടെയും ഓസ്ട്രേലിയൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെയും ചെയർമാനും ഓസ്ട്രേലിയയിലെ സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ ആംലയുടെ പ്രസിഡന്റുമാണ്. ഓസ്ട്രേലിയൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് തുടക്കമിട്ടതും ജോയ് കെ മാത്യു ആണ്. നവംബർ 27 നടക്കുന്ന ഗോസ്റ്റ് പാരഡൈസ് സിനിമയുടെ പ്രദർശനോദ്ഘാടന ചടങ്ങിൽ ഓസ്ട്രേലിയയിലെ ചലച്ചിത്ര കലാ സാഹിത്യ സാംസ്കാരിക നാടക നൃത്ത ആത്മീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു.